हाय मेरे प्यारे बच्चों, सबको आदाब. ഈ വരുന്ന നമ്മുടെ ഓണം എക്സാമിന് ഏഴാം ക്ലാസ്സിൽ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. എഡ്ജ് ബോർഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലോട്ട് നിങ്ങൾക്കൊക്കെ സ്വാഗതം മക്കളെ. വെറും 2499 രൂപയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഓണം ഓഫറാണ്. നിങ്ങൾക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ഈ വർഷത്തെ കംപ്ലീറ്റ് ചാപ്റ്റർ ഓക്കെ, ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് നിങ്ങൾക്ക് കേട്ട് പഠിക്കാം. അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകം മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്ററോട് ഏത് സമയത്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കാം. ഓരോ ടേം എക്സാമിന് മുമ്പും കൃത്യമായിട്ട് മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പഠനം നിങ്ങൾക്ക് കളർഫുൾ ആക്കാം. ഓക്കെ, സെറ്റ്. താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? ഈ നമ്പറിനകത്തേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. നമ്മുടെ ക്ലാസ്സിൻ്റെ ഈ വരുന്ന ഓണം എക്സാമിൽ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഓക്കെ, देखिए ആകാശ് ദീപ് കാ സാത്തിഹും. ഞാൻ ആകാശദീപത്തിൻ്റെ, ആകാശദീപം എന്ന് പറഞ്ഞാൽ ആകാശത്ത് പോയി പടക്കം പൊട്ടുന്ന തരത്തിലുള്ള പടക്കങ്ങളുണ്ടല്ലോ. ആകാശ് ദീപ് കാ സാത്തിഹും, ഞാൻ അതിൻ്റെ കൂട്ടുകാരനാണ്. ഗർമേ ദിയാ ജലാത്തിയും, ഞാൻ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഗർമേ ദിയാ ജലാത്തിയും, വീട്ടിൽ വിളക്ക് കത്തുന്നു. മീറ്റാ മീറ്റാ തെഹ്വാറും, ഞാൻ മധുരമുള്ള ആഘോഷമാകുന്നു. ബോലോ ബോലോ കോൻ ഹുമേ, പറയൂ ഞാൻ ആരാകുന്നു. ഇത് ഏത് തെഹ്വാറിനെ കുറിച്ചാണ് നൽകിയിരിക്കുന്നത്? ഓക്കെ, പടക്കങ്ങളൊക്കെ പൊട്ടുന്ന, വീട്ടിൽ വിളക്കുകളൊക്കെ കത്തിച്ചു വെക്കുന്ന, മധുരമുള്ള ഒരു ആഘോഷം, അതേതാണ്? ബോലോ ബോലോ കോൻ ഹുമേ, പറയൂ ഞാൻ ആരാകുന്നു. പഹേലി ബൂജിയെ, തന്നിരിക്കുന്ന പഹേലി വായിച്ചിട്ട് സഹി ജവാബ് ജുൻകർ ലിഖിയെ, ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ദീപാവലിയാണ് അല്ലേ? ദീപാവലിയാണ്. ഓണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈദ് പെരുന്നാളിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഹോളി എന്ന ആഘോഷത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രംഗോം കി തെഹ്വാറാണ് അല്ലേ? രംഗോം കി തെഹ്വാർ, നിറങ്ങളുടെ ആഘോഷമാണ് ഹോളി. അപ്പോൾ നമുക്ക് ഓരോ ആഘോഷങ്ങളെക്കുറിച്ചും നമുക്കറിയാം. ഇനി നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ബച്ചോ ഹിന്ദുസ്ഥാൻ മേ ഇസ് തരഹ് കെ കഹി തെഹ്വാർ ഹേ, ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ആപ്കാ പസന്ദീദ തെഹ്വാർ കോൻ സാ ഹേ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഘോഷം ഏതാകുന്നു? ഇസ്കി ഖുസൂസിയാത്ത് ക്യാ ക്യാ ഹേ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്നി അൽഫാസ് മേ ലിഖിയെ, നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിലൂടെ എഴുതിയാലും. അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തെഹ്വാറിനെ കുറിച്ച്, അത് ഓണമാകട്ടെ, ഈദാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, ഇനി ഏതാണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സെൻറ്റൻസ് തയ്യാറാക്കാൻ പഠിച്ചേ നമ്മൾ എക്സാമിന് പോകാവൂ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങൾക്കിടയ്ക്കൊക്കെ ആൻസർ നമ്മുടെ ലൈവ് ക്ലാസ്സിനകത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ മക്കളും ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. മറ്റൊരു ചോദ്യം ഇതാണ്, ഹിന്ദുസ്ഥാൻ ഹമാരാവത്തൻ മുഹബത്ത് കി ആങ്കോം കാ താരാവത്തൻ എന്ന കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇന്ത്യയെക്കുറിച്ച് മനോഹരമായിട്ട് പ്യാരാവത്തൻ എന്ന കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഇതാണ്, ഹിന്ദുസ്ഥാൻ കാ കൗമി പരിന്ദ കോൻ സാ ഹേ, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാകുന്നു? ഏതാണ്? തോത്തയാണോ? അല്ല. കുയിലാണോ? അല്ല. കൗവയാണോ? അല്ല. മോറാണല്ലേ? മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ദേശീയ ചിഹ്നങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കൗമി പേട്, കൗമി ജാൻവർ, അതുപോലെ കൗമി ഫൽ, ദേശീയ പഴം, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ചോദിക്കുക, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മനോഹരമായിട്ടുള്ള വർണ്ണിച്ചിട്ടുള്ള ഒരു കവിതയാണ് പ്യാരാവത്തൻ എന്നുള്ളത് നമുക്കറിയാം. ചോദ്യം ഇതാണ്, ഹിന്ദുസ്ഥാൻ കി ഖുസൂസിയാത്ത് ക്യാ ക്യാ ഹേ, ഇന്ത്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹിന്ദുസ്ഥാൻ കി ഖുസൂസിയാത്ത് ക്യാ ക്യാ ഹേ, ഇന്ത്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യഹാം കെ നസാരെ കൈസേം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൈസേം, എങ്ങനെയുള്ളതാകുന്നു? ഹിന്ദുസ്ഥാൻ കെ ബാരേമേ, ഇന്ത്യയെക്കുറിച്ച് നോട്ട് തയ്യാർ കീജിയെ, ഒരു നോട്ട് തയ്യാറാക്കിയാലും ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ കുറഞ്ഞ സെൻറ്റൻസുകൾ കൃത്യമായിട്ട് എഴുതാൻ നിങ്ങൾ പഠിക്കുക. ഓക്കെ അല്ലേ? സെറ്റല്ലേ? മറ്റൊരു ചോദ്യം ഇതാണ്, തർക്കാരിയാം സിഹത്ത് കേലിയെ അച്ചി ഹോത്തിയെ, തർക്കാരികൾ, വെജിറ്റബിൾസ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ? देखिए आप अपने घर में कौन कौन सी തർക്കാരിയാം ഉഗാത്തേം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെല്ലാം തരത്തിലുള്ള പച്ചക്കറികൾ നിർമ്മിക്കാറുണ്ട്? ഇവിടുന്ന് ചോദ്യം ഇതാണ്, ചന്ദ് തർക്കാരിയോം കെ നാം ലിഖിയെ, കുറഞ്ഞ പച്ചക്കറികളുടെ പേര് എഴുതിയാലും. അവർ കിസി ഏക്ക് പർ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾസിനെ കുറിച്ച് സെൻറ്റൻസ് തയ്യാറാക്കാൻ. അതോടൊപ്പം തന്നെ ചില പഴങ്ങളുടെ പേരുകളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഫലോം കാ നാം കൂടി, പഴങ്ങളുടെ പേരും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലടാ? ഓക്കെ, ഇനി നോക്കൂ, देखिए तस्वीर देखिए, नीचे चंद कौमी लीडरों की तस्वीर है.
തസ്വീറെ താഴെ ചില ദേശീയ ലീഡേഴ്സിൻ്റെ പേരുകൾ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഉനേം ഔർ സേ ദേഖിയെ അവയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഉൻകെ നാം ലിഖിയെ അവരുടെയൊക്കെ പേരുകൾ എടുത്ത് എഴുതൂ. ഇതാരാണ്? നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് ആണ് എഴുതുക. ജവഹർലാൽ നെഹ്റു, മൗലാന അബുൽ കലാം ആസാദ്, ഭഗത് സിംഗ് ഇവരുടെ പേരുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജശ്നെ ആസാദി എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, ഇത് ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് ഇവരുടെ പേര് നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതാത് ചിത്രത്തിന് താഴെ എഴുതിയാൽ മതി. നേതാജി കെ നാം സെ കോൻ മഷൂർ ഹേ, നേതാജി എന്ന പേരിൽ ആരാണിതിൽ പ്രശസ്തനായത്? നേതാജി കെ നാം സെ കോൻ മഷൂർ ഹേ, ആരാണ് നേതാജി എന്ന പേരിൽ ഏറ്റവും പ്രശസ്തനായത്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. നമ്മൾ ആൻസർ ചെയ്തു. ഇനി നമ്മോട് ചോദിക്കുന്ന മറ്റു ചോദ്യം, ഉന്മേസെ കിസി ഏക് ലീഡർ കെ ബാരമേ, ഏതെങ്കിലും ഒരു ദേശീയ ലീഡറിനെ കുറിച്ച് ചന്ദ് ജുംല ലിഖിയെ, കുറഞ്ഞ ജുംലകൾ എഴുതാൻ. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ദേശീയ ലീഡറിനെ കുറിച്ച് ജുംലകൾ തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അത് ഇതന്നെ ആകണമെന്നില്ല. ഗാന്ധിജിയെ കുറിച്ചാകാം, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നോക്കൂ, ആജ് ആഗസ്റ്റ് 15, ഇന്ന് ആഗസ്റ്റ് 15 കാ ദിൻ ഹേ, ആഗസ്റ്റ് 15 ദിവസമാകുന്നു. ഹമാരെ വത്തൻ കാ യോമെ ആസാദി ഹേ, നമ്മുടെ രാജ്യത്ത് എന്താണ്? യോമെ ആസാദി കാ ദിൻ ഹേ അല്ലേ? രാജ്യത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനാണ്. ഷാനു കെ സ്കൂൾ മേ ഹെഡ് മാസ്റ്ററിനെ കൗമി ജണ്ട ലഹരാ ഹെ, എന്ത് ചെയ്തു? ഷാനുവിൻ്റെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? കൗമി ജണ്ട, ദേശീയ പതാക ഉയർത്തി. ബച്ചോ ഗീത് ഗാനയിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുട്ടികൾ ഗീത് ഗാനയിലേക്ക് പാട്ട് പാടാൻ തുടങ്ങി. ഏതാ പാട്ട്? ജണ്ടാ ഹൂഞ്ച രഹേ ഹമാര, വിജയ് വിശ്വ തിരങ്ക പ്യാര, ഈ കവിത ഇങ്ങനെ പാടാൻ തുടങ്ങി. ബച്ചോ ഹമാര കൗമി ജണ്ട കാ ദൂസരാ നാം ക്യാ ഹേ, നമ്മുടെ ദേശീയ പതാകയുടെ മറ്റൊരു പേരെന്താണ്? കൗമി ജണ്ട എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു പേരും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണ്? തിരങ്ക ജണ്ട എന്നാണ്. തിരങ്ക ജണ്ട, ത്രിവർണ്ണ പതാക എന്നുള്ളതാണ് അല്ലേ? തിരങ്ക ജണ്ട, ത്രിവർണ്ണ പതാക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇനി നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഹമാര കൗമി ജണ്ടാക്കെ ബാരേമേ, നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് ആപ്കോ ഔർ ക്യാ ക്യാ ജാൻതേ ഹം, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? 4 ജുംല ലിഖിയെ, നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് ഒരു 4 ജുംലകൾ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റൻസുകളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ അല്ലടാ? സെറ്റല്ലേ? നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് നമ്മൾ 6ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എക്സാമിന് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണെന്ന് ഓർത്തിരിക്കുക. ഇത് നോക്കൂ, അതുപോലെ നമ്മൾ പച്ചക്കറികളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ഇഷ്ടമുള്ള പച്ചക്കറിയുടെ പേര് ചെയ്താൽ ഏതെങ്കിലും ഒരു പച്ചക്കറിയെ കുറിച്ച് സെൻറ്റൻസ് തയ്യാറാക്കാം. അതുപോലെ ഹൂബസൂറത്ത് നസാരഹിം, നമ്മൾ घर के रास्ते में खूबसूरती नज़ारे देखकर സുർമി അപ്നി മീട്ടി ആവാസ് മേ ഏക് ഗീത് ഗാനെ ലഗി, നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴികൾ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടിട്ട് സുർമി എന്ത് ചെയ്യാണ്? അപ്നി മീട്ടി ആവാസ് മേ, തൻ്റെ മധുരമൂർന്ന ശബ്ദയിൽ ഒരു പാട്ട് പാടാണ്. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരള സബ്സെ ന്യാരാ ഹേ, നദിയാ മുജലി സുതരിഹേം. ഇനി ഇവിടെ നിന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കേരളമേ കിത്നി നദിയാം ബഹ് രഹി ഹേ, കേരളത്തിൽ എത്ര നദികൾ ഒഴുകുന്നുണ്ട്? കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ഏകദേശം 44 നദിയാം ബഹ്തി ഹേം, 44 എന്ന് പറഞ്ഞാൽ 44 നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ബഹ്തി ഹേം, ബഹ് രഹി ഹേം ഒഴുകുന്നുണ്ട്. ഓക്കെ, അഷ്ആർ കി രോശിനിമേ, തന്നിരിക്കുന്ന വരികളുടെ അടിസ്ഥാനത്തിൽ കേരള കെ ബാരമേ ഏക് നോട്ട് ലിഖിയെ, കേരളത്തെക്കുറിച്ച് സെൻറ്റൻസ് ചെയ്താൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരള സബ്സെ ന്യാരാ ഹേ, നദിയാ മുജലി സുതരി ഹേം, കൈസി കൈസി പ്യാരി ഹേം. അപ്പം നമ്മൾ കേരളത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള കവിത നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച് സെൻറ്റൻസ് ചെയ്താലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ബച്ചോ, ജശ്നെ ആസാദി കെ മുഖ്തലിഫ് പ്രോഗ്രാമോ കെ ബാദ്, ജശ്നെ ആസാദി സ്വാതന്ത്ര്യദിന പ്രോഗ്രാമിന് ശേഷം ടീച്ചറിനെ ബച്ചോക്കോ ലഡു ദേനെ ലഗി, ടീച്ചർ എന്ത് ചെയ്താൻ തുടങ്ങി? കുട്ടികൾക്ക് ലഡു നൽകാൻ തുടങ്ങി. ബച്ചെ മീഠേ മീഠേ പക്വാൻ ജ്യാദാ പസന്ത് കർത്തേയും, കുട്ടികൾ എന്ത് ചെയ്യുന്നു? മധുരമുള്ള പക്വാനുകൾ, പലഹാരങ്ങൾ കൂടുതലും ഇഷ്ടപ്പെടുന്നു. ബച്ചോ 4 മീഠേ പക്വാനോ കെ നാം ലിഖിയെ, 4 പക്വാനുകളുടെ പേര് എഴുതാൻ. 4 പക്വാനുകളുടെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക, പലഹാരങ്ങളുടെ പേര്. എന്നിട്ടോ ആപ്കെ പസന്ദീദ പക്വാൻ കെ ബാരമേ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പക്വാനെ കുറിച്ച്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പലഹാരത്തിനെ കുറിച്ച് സെൻറ്റൻസ് ചെയ്താനും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നാരിയൽ और സുപാരി ഹേം ചായ് കാജു നാരി ഹേം, ഹരിബരി ഹരിയാലി ഹേ അർജാ ഹേ ഖുഷ്ഹാലി ഹേ. ഇത് നമ്മൾ പഠിച്ചൊരു കവിതയിലെ വരിയാണല്ലേ. ചോദ്യം ഇതാണ്, അഷ്ആർ കോ ഔർ സെ പഠിയേ, തന്നിരിക്കുന്ന വരികളെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വായിക്കൂ,
ഉന്മേ ചന്ത് പൈതാവാറും കെ നാം, ചില പൈതാവാറുകൾ നാണ്യവിളകളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇസ്തരഹി, ഇത്തരത്തിലുള്ള പൈതാവാറും കി ഫിഹ്റസത്ത് തയ്യാർ കീജിയെ, ഇത്തരത്തിലുള്ള പൈതാവാറുകളുടെ നാണ്യവിളകളുടെ പേരുകൾ തയ്യാറാക്കാൻ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നാരിയൽ അല്ലേ, അതുപോലെ സുപാരി, ചായ്, തേയില, കാജു എന്നിവയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, കിസി ഏക്ക് പൈതാവാർ പർ, ഏതെങ്കിലും ഒരു നാണ്യവിളയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വിളയെക്കുറിച്ച് നോട്ട് തയ്യാർ കീജിയെ, നോട്ട് തയ്യാറാക്കിയാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൈതാവാറിനെ കുറിച്ച് സെൻറ്റൻസ് തയ്യാറാക്കാനും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം ഇതാണ്, യോമേ കിസാൻ കെ ജഷൻമേ, യോമേ കിസാൻ കർഷക ദിനത്തിൻ്റെ ജഷൻമേ ആഘോഷത്തിൽ സ്കൂൾ കെ ബച്ചോനെ ഏക്ക് ജുലൂസ് നിക്കലിനെ കാ ഫൈസല കിയ, സ്കൂളിലെ കുട്ടികൾ എന്താണ് ഒരു ജുലൂസ് പുറപ്പെടാൻ, ഒരു റാലി പുറപ്പെടാൻ അവർ തീരുമാനിച്ചു. देखिए बच्चों, खेती की अहमियत पर प्लकार्ड के लिए 2 नारा तैयार कीजिए. കേത്തിയുടെ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്ലക്കാർഡിന് വേണ്ടിയിട്ട് 2 മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കിയാലും. മുദ്രാവാക്യത്തിന് ഉറുദുവിൽ എന്താ പറയുക? നാര, നാര, നാര മുദ്രാവാക്യം. ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നാര മുദ്രാവാക്യം തയ്യാറാക്കാനാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്, കേത്തി ഹമാരി തെഹസീബ് ഹേ, കൃഷി നമ്മുടെ സംസ്കാരമാകുന്നു. ഓക്കെ, അതിന് ഇഷാരകളും നൽകിയിട്ടുണ്ട്. ബൂക്കി മിട്ടാന, ഫായിദാമന്ത്, ജരൂരി, ഖാന, സിഹത്ത്, ജാൻ, ഈ ഒരു പദങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലക്കാർഡ് തയ്യാറാക്കുക കൃഷിയെക്കുറിച്ച്. വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യം. അതുപോലെ തന്നെ കേത്തി കെ ബാരെ മേ ആപ് ക്യാ ജാൻതേ, കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? കേത്തി കർനെ സെ ഹമേं ക്യാ ക്യാ ഫായിദ ഹേ, കൃഷി ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്? ആപ്കെ ഖയാലാത്ത് ലിഖിയേ, നിങ്ങളുടെ ആശയങ്ങൾ എഴുതിയാലും. അപ്പം നമ്മൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ നമ്മുടെ ലൈവ് ക്ലാസ്സിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെയും ഷോർട്ട് വീഡിയോകളായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കാനും പഠിച്ചു വെക്കുക. ഓക്കെ അല്ലടാ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണം എക്സാം കളർഫുൾ ആക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മിദ്രാസ് സാർ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ചെയ്യാൻ സെറ്റ് ചെയ്യുക. ഓക്കെ, എക്സാം നന്നായിട്ട് ചെയ്താൽ സബ്കോ ശുക്രിയ. ഹുദാ ഹാഫിസ്, ഓൾ ദി ബെസ്റ്റ്, ബൈ.